ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ റിസപ്ഷൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മെഹന്തിയുടെയൊക്കെ കഴിഞ്ഞ് ഹൽദിയും കഴിഞ്ഞ് അതിൻ്റെയൊക്കെ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി, വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഷോർട്സാക്കി ഞാൻ ഇട്ടിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ജൂൺ 22 ചേച്ചിയുടെ റിസപ്ഷനാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്, പിന്നെ വിഷമമുണ്ട്. നാളെ കഴിഞ്ഞാൽ ചേച്ചി വീട്ടിലില്ലല്ലോ. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മെഹന്തിയൊക്കെ ഇട്ട് രണ്ട് സൈഡിൽ ഇട്ട്, ഒരു സൈഡ് ഇന്നലെ ഇട്ട് ഇതെന്നിട്ട് അതേ കൂട്ടാൻ ഇപ്പുറത്തെ സൈഡ് ഉണ്ട് കാണിച്ചു. മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇന്ന് ഒരുങ്ങിയിട്ട് റിസപ്ഷന് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പാർലറിൽ പോവും. പിന്നെ വന്നിട്ട് ഒരുങ്ങി നേരെ ഓഡിറ്റോറിയത്തിൽ പോവാണ്. നാളത്തെ മീൻസ് കല്യാണത്തിൻ്റെ ഞാൻ വ്ളോഗ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അടുത്തെന്ന് വെച്ചാൽ ഇന്നത്തെ കുറേ ഷോർട്സ് എനിക്ക് അറിയില്ല, അത് എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. എൻ്റെ ഫോൺ അന്നല്ല ജാതകം കൊടുപ്പനാണൊക്കെ എൻ്റെ ഫോൺ ചേട്ടന്മാരേലോ അനിയന്മാരേലോ ഒക്കെ കൊടുത്ത് കവർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആൻഡ് പിന്നെന്താ, ഇപ്പം നമ്മുടെ കുടുംബക്കാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 3 മണിയൊക്കെ ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോഴത്തേക്കിന് മുന്നേ ഒരുങ്ങി റെഡിയായിട്ട് വരണം. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇന്നത്തെ റിസപ്ഷൻ്റെ ബാക്കി വ്ളോഗിനകത്ത് ഫുൾ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നുമില്ല, ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുങ്ങി വന്നിട്ട് ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാവേ. ഒരു ഷറാറ സെറ്റാട്ടോ എൻ്റെ ഡ്രസ്സായിട്ട് എടുത്തത്. അപ്പോൾ നമ്മളിപ്പം സമയം 3:45 നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ചേച്ചിനെ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ. ബ്ലോഗുണ്ട്. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ കാണിച്ചു തരാം കേട്ടോ. ചിരിക്ക്. നമ്മുടെ എൻട്രിയിൽ ഒരു ടീ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു അത്. അവിടെ ഇപ്പോൾ ഉണ്ണിയപ്പം മാത്രമേ റെഡി ആയിട്ടുള്ളൂ, സ്നാക്സും വേറെ റെഡി ആയിട്ടില്ല. വേറെ ജ്യൂസായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഒരു ചെറിയ ജ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വാഴയ്ക്കപ്പൊക്കെ റെഡി, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അടുത്തപ്പോൾ എൻ്റെ കയ്യിനെ പൊള്ളി. പിന്നെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും ചേച്ചീൻ്റെ ഫോട്ടോഷൂട്ട് നടക്കായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ചേച്ചീൻ്റെ നമ്മൾ എൻട്രി ഭാഗത്തേക്ക് ഷൂട്ട് എടുക്കായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേജ്. നമ്മുടെ ക്ലാസിക് ഇവൻറ്റ്സിനായിരുന്നു കൊടുത്തിരുന്നത്. അവർ നമ്മൾ പറഞ്ഞ കണക്കാണ്, നമ്മൾ അതേ തീമിന് തന്നെ അവർ സെറ്റ് ചെയ്തിരുന്നു. റിസപ്ഷനും കല്യാണം എല്ലാം അവരുടെയാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ ഇതിനോട് ആഡ് ചെയ്തേക്കാം.